ന്യൂസ് മലയാളം ക്യാമറാമാനെ ആക്രമിക്കാൻ ശ്രമിച്ച് ലഹരി കേസിലെ പ്രതി കെവിൻ ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടെ കൊച്ചി ബ്യൂറോ ക്യാമറമാൻ അഫ്സൽ രാജിന് നേരെ ഭീഷണി മുഴക്കി ക്യാമറ തട്ടിത്തെറിപ്പിക്കാൻ ശ്രമിച്ചു. കൊച്ചിയിൽ നിന്നും സൈഫിനിസ് അലിയാറുണ്ട്. സൈഫിനിസ്, എന്താണ് ഈ സംഭവം? അരുണ്യ, അല്പസമയം മുൻപാണ് ഈ ലഹരി കേസിലെ പ്രതിയുടെ ദൃശ്യങ്ങൾ എടുക്കാനായി നമ്മൾ തൃക്കാക്കര പോലീസ് സ്റ്റേഷനിലെത്തിയത്. കഴിഞ്ഞ മാസം ഡോക്ടർമാരും ഒപ്പം തന്നെ അഭിഭാഷകനും ഉൾപ്പെടെ ഫിസിയോതെറാപ്പിസ്റ്റും എല്ലാം ഉൾപ്പെടെ ഇവന്റ് മാനേജ്മെന്റ് ഉടമ ഉൾപ്പെടെ 8 പേരെ അറസ്റ്റ് ചെയ്ത കേസിലെ മുഖ്യ കണ്ണിയാണ് ഈ ഇന്നലെ പിടിയിലായ കെവിൻ. ഇയാളുടെ പക്കൽ നിന്ന് 180 ഗ്രാമോളം MDMA ആണ് പോലീസ് പിടികൂടുകയും ചെയ്തത്. ഇയാളെ ഇന്ന് വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോകുമെന്നറിഞ്ഞ് നമ്മൾ ഇന്ന് ദൃശ്യങ്ങൾ പകർത്താനായി തൃക്കാക്കര പോലീസ് സ്റ്റേഷനിലെത്തിയതായിരുന്നു. ഇയാൾ പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ തന്നെ നമ്മൾ ദൃശ്യങ്ങൾ പകർത്തുന്നത് കാണുകയും ക്യാമറാമാനെ നിന്നെ തീർത്ത് കളയുമെന്ന് ഭീഷണിപ്പെടുത്തി ക്യാമറാമാൻ അഫ്സൽ രാജിന് നേരെ പാഞ്ഞെടുക്കുകയുമായിരുന്നു. അതിനുശേഷം ക്യാമറ തട്ടിത്തെറിപ്പിക്കാനും ശ്രമം നടന്നു. പക്ഷേ പിന്നീട് പോലീസ് ഇടപെട്ട് ഇയാളെ ജീപ്പിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. അന്ന് പിടിയിലായ ഡോക്ടർമാരടക്കമുള്ള ഈ ഇവന്റ് മാനേജ്മെന്റ് ഉടമ ഷോൺ അടക്കമുള്ള സംഘത്തിന് സ്ഥിരമായി ലഹരി മരുന്ന് എത്തിച്ചു നൽകിയിരുന്നത് കെവിനാണ് എന്ന് പോലീസിന് നേരത്തെ തന്നെ വിവരം ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 3 ആഴ്ചയായി കെവിനായുള്ള അന്വേഷണത്തിലായിരുന്നു പോലീസ്. ഇന്നലെയാണ് വാഴക്കാലയിൽ നിന്ന് കെവിനെ പോലീസ് പിടികൂടുകയത്. ഡാൻസ് ആഫിന്റെ സഹായത്തോടെയാണ് തൃക്കാക്കര പോലീസ് ഇന്നലെ ഇയാളെ പിടികൂടുകയും ചെയ്തത്. ഇന്ന് വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഉച്ചയ്ക്ക് ശേഷം ഇയാളെ കോടതിയിൽ ഹാജരാക്കാനിരിക്കുകയാണ്. കോടതിയിൽ ഹാജരാക്കാനായി കൊണ്ടുപോകുന്നതിന് മുമ്പുള്ള വൈദ്യപരിശോധനയ്ക്കായി സ്റ്റേഷനിൽ നിന്ന് പുറത്ത് നമ്മൾക്ക് നേരെ പാഞ്ഞെടുത്തത്. ഇയാൾ ഇന്നലെ പിടികൂടുമ്പോൾ തന്നെ വലിയ അളവിൽ ഇയാളുടെ കയ്യിൽ നിന്ന് ലഹരി മരുന്ന് പിടികൂടിയിരുന്നു. ഇതുകൂടാതെ ലഹരി വിൽപ്പനയുടെ ലഭിച്ച 1 ലക്ഷം രൂപയും പോലീസ് കണ്ടെടുക്കുകയും ചെയ്തിരുന്നു. ഇന്നലെ ഇയാളിൽ നിന്ന് പിടികൂടിയത് 183.55 ഗ്രാം MDMA ഒപ്പം തന്നെ 93.51 ഗ്രാം എക്സ്റ്റസി പിൽസുമാണ്. വലിയ ലക്ഷങ്ങൾ വില വരുന്ന ലഹരി മരുന്നുകളാണ് ഇന്നലെ തന്നെ ഇയാളുടെ കയ്യിൽ നിന്ന് പിടികൂടുകയും ചെയ്തത്. എന്തായാലും ഇയാളെ ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോയിരിക്കുകയാണ്. അരുണ്യ, ഇതാണ് ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിക്കവെയാണ് ന്യൂസ് മലയാളം ക്യാമറമാൻ അഫ്സൽ രാജിന് നേരെ ഭീഷണി ഉണ്ടായത്. ക്യാമറ തട്ടിത്തെറിപ്പിക്കാനടക്കം ഈ ലഹരി കേസിലെ പ്രതി കെവിൻ ശ്രമിച്ചു. സൈഫിനിസ് അലിയാറാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.